ശബരിമലയിൽ ഇന്നലെ മാത്രം ദർശനം നടത്തിയത് 1,00,000-ലധികം തീർത്ഥാടകരാണ്. മകരവിളക്കിനായി നട തുറന്ന ശേഷം തുടർച്ചയായ ദിവസങ്ങളിൽ 90,000-ലധികം തീർത്ഥാടകർ 18-ാം പടി കയറി. ഇന്നും നാളെയും അവധി ദിവസമായതിനാൽ തിരക്ക് വർദ്ധിക്കാനാണ് സാധ്യത. ആരവണ വിതരണത്തിലെ പ്രതിസന്ധി ഇനിയും പൂർണ്ണമായും പരിഹരിക്കാനായിട്ടില്ല. കൂടുതൽ വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് സന്നിധാനത്ത് നിന്നും. കിരൺ, വിശദാംശങ്ങൾ. ആതിര, ശബരിമലയിൽ ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1,00,000-ന് അടുത്ത് തീർത്ഥാടകരാണ് ശബരിമലയിലേക്ക് എത്തിയത്. ഇനിയിപ്പോൾ മകരവിളക്കിനോട് അടുക്കുന്ന ദിവസങ്ങളും ഒപ്പം തന്നെ അവധി ദിവസങ്ങളും കൂടി ആയതിനാൽ ഇന്നും വലിയൊരു ഭക്തജന തിരക്ക് തന്നെ ശബരിമലയിൽ അനുഭവപ്പെടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്ന് രാവിലെ തന്നെ നോക്കിയാൽ വലിയ ഒരു ഭക്തജന തിരക്ക് ശബരിമലയിൽ കാണാൻ കഴിയുന്നുണ്ട്. ഇനി വരും ദിവസങ്ങളിലേക്ക് ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിനടക്കം കർശനമായ നടപടികളിലേക്ക് പോലീസ് കടക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ശബരിമലയിലേക്കുള്ള ഭക്തജന തിരക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ പുല്ലുമേട് വഴിയുള്ള തീർത്ഥാടകരുടെ എണ്ണത്തിൽ വലിയൊരു വർധനമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളൊക്കെ നോക്കിയാൽ ഒരു ദിവസം ശരാശരി 4,000-ൽ താഴെയുള്ള ഭക്തരായിരുന്നു പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് എത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് നോക്കുമ്പോൾ 6,000-നോട് അടുത്ത് തന്നെ ഉയരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത്. ഇങ്ങനെ വലിയൊരു ഭക്തജന തിരക്ക് തന്നെയാണ് സന്നിധാനത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയത്ത് തന്നെ ശബരിമലയിൽ കഴിഞ്ഞ 7 ദിവസമായിട്ട് തുടരുന്ന അരവണ പ്രതിസന്ധിക്ക് ഇതുവരെ പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ ഈ അരവണ ടിന്നുകൾ, അതായത് ഈ അരവണ ടിന്നുകളുടെ ക്ഷാമമാണ് നിലവിൽ ഇപ്പോൾ അരവണ പ്രതിസന്ധിക്ക് കാരണമായിട്ട് ഇവർ ദേവസ്വം ബോർഡ് ചൂണ്ടിക്കാണിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അരവണ ടിന്നുകൾ, പുതിയതായിട്ട് എത്തിച്ച ടിന്നുകൾ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇത് ഉച്ചയോടുകൂടി തന്നെ അരവണ ടിന്നുകളിലേക്ക് നിറച്ചു കഴിഞ്ഞാൽ വൈകിട്ടോടുകൂടി ഈ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ദേവസ്വം ബോർഡിന് ഉള്ളത്. ഏതായാലും ഈ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യത്തിൽ, മകരവിളക്ക് അടുക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ നിലവിലുള്ള ശബരിമലയിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനായിട്ട് ഇന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എത്തുന്നുണ്ട്. മകരവിളക്കിന് മുന്നോടിയായിട്ട് ശബരിമലയിലെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായിട്ടും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇന്ന് ശബരിമലയിലേക്ക് എത്തുന്നത്. ശരി, കിരണാണ് വിശദാംശങ്ങൾ നൽകിയത്.